കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ ഫാർമസിയിൽ നിലവിലുള്ള മരുന്നുക്ഷാമം പരിഹരിക്കുക, അത്യാഹിത വിഭാഗത്തിൽ രാത്രി ഡ്യൂട്ടിയിൽ 2 ഡോക്ടർമാരുടെയും കൂടുതൽ നഴ്സുമാരുടെയും സേവനം ഉറപ്പുവരുത്തുക, ദിനംപ്രതി OP കാഷ്വാലിറ്റിയിൽ ചികിത്സ തേടിയെത്തുന്ന 1000-ഓളം രോഗികളിൽ അഡ്മിറ്റ് ചെയ്യുന്നവർക്കും മെഡിക്കൽ കോളേജുകളിലേക്ക് റഫർ ചെയ്ത് റിവേഴ്സ് ചെയ്തു വരുന്ന രോഗികൾക്കുമായി മെഡിക്കൽ വാർഡിലും പോസ്റ്റ് സർജിക്കൽ വാർഡിലും പുരുഷനും സ്ത്രീക്കുമായി 50% ബെഡ് സൗകര്യം വർദ്ധിപ്പിക്കുക, എക്സ്റേ യൂണിറ്റ് പ്രവർത്തനക്ഷമമാക്കുക, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആവശ്യമായ സാധനങ്ങൾ രോഗികളെ കൊണ്ട് ആശുപത്രിക്ക് പുറത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും വാങ്ങിപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് ചിറക്കടവ് മണ്ഡലം കമ്മിറ്റി ആശുപത്രി കവാടത്തിൽ സായാഹ്ന ധർണ നടത്തി. മണ്ഡലം പ്രസിഡന്റ് സേവ്യർ മൂലക്കുന്നിന്റെ അധ്യക്ഷതയിൽ താലൂക്ക് സർക്കാർ സഹകരണ യൂണിയൻ ചെയർമാൻ P. സതീഷ് ചന്ദ്രൻ നായർ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ചിറക്കടവ് മണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയുടെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ ആശ്രയത്തിന്റെയും അഭയത്തിന്റെയുമായ ഒരു കേന്ദ്രമാണ്. വളരെ ദീർഘമായ ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ പൊതുരംഗത്ത് പ്രവർത്തിച്ച പഞ്ചായത്ത്, സംസ്ഥാന ഗവൺമെന്റ് സംവിധാനങ്ങളുടെയൊക്കെ നിർലോഭമായ സഹകരണങ്ങള് രാഷ്ട്രീയത്തിന് അതീതമായി ഈ ഹോസ്പിറ്റൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തു നമ്മളൊക്കെ അംഗീകരിക്കുക. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P. രാജ് മുഖ്യപ്രഭാഷണം നടത്തി. ചിറക്കടവ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഭിലാഷ് ചന്ദ്രൻ, സനോജ് പനക്കൽ, T.K. ബാബുരാജ്, T.P. രവീന്ദ്രൻ പിള്ള, റോസമ്മ ടീച്ചർ, ലൂസി ജോർജ്, പഞ്ചായത്ത് അംഗം M.T. പ്രീത എന്നിവർ പ്രസംഗിച്ചു. ധർണയ്ക്ക് മുമ്പ് നടന്ന പ്രകടനത്തിൽ ഇന്ദുകല S. നായർ, ത്രേസ്യാമ ബിജി, ബിനേഷ് ചെറുവള്ളി, ബിജു മുണ്ടുവേലി, തോമസ് മണ്ണാത്ത്, M.R. രഞ്ജിത്ത്, M. സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.